ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ അനീഷാണ്. അനീഷ് ലേണിംഗ് അസംബ്ലി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് രസതന്ത്രം ദൈനംദിന ജീവിതത്തിൽ എന്നുള്ള ഭാഗത്തിൽ രണ്ടാമത്തെ പാർട്ടാണ്. മുമ്പിൽ ഒരു വീഡിയോ ചെയ്തിരുന്നു, അപ്പോൾ അതിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ്. നമ്മളതുപോലെ തന്നെ PSCയിൽ ഈ ഭാഗവുമായി ബന്ധപ്പെട്ട് റിപ്പീറ്റായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സപ്പോർട്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്ന് നമ്മളൊന്ന് തുടങ്ങുന്നത് ആൽക്കഹോളിനെ കുറിച്ചാണ്. ഓർഗാനിക് സംയുക്തങ്ങളാണ് ആൽക്കഹോൾ എന്ന് പറയുന്നത്. ആൽക്കഹോളിൽ വരുന്നത് മെത്തനോളും എത്തനോളുമാണ്. ആൽക്കഹോളിൽ പ്രധാനമായി വരുന്നത് മെത്തനോളും എത്തനോളുമാണ്. ആദ്യമായി നമ്മൾ നോക്കുന്നത് മെത്തനോളിനെ കുറിച്ചാണ്. മീഥൈൽ ആൽക്കഹോളാണ് മെത്തനോൾ എന്ന് പറയുന്നത്. മീഥൈൽ ആൽക്കഹോളാണ് മെത്തനോൾ. CH3OH എന്നാണ് അതിൻ്റെ പ്രതീകം വരുന്നത്. CH3OH എന്നാണ് പ്രതീകമായി വരുന്നത്. അതായത് സൂത്രവാക്യം എഴുതുന്നത് CH3OH എന്നാണ്. അതുപോലെ വുഡ് സ്പിരിറ്റ് എന്നറിയപ്പെടുന്നത് മെത്തനോളാണ്. ഇപ്പോൾ മീഥൈൽ ആൽക്കഹോൾ എന്നറിയപ്പെടുന്നത് മെത്തനോളാണെന്ന് പറഞ്ഞു. അതുപോലെ വുഡ് സ്പിരിറ്റ് എന്നറിയപ്പെടുന്നത് മെത്തനോളാണ്. ഏറ്റവും ലഘുവായ ആൽക്കഹോൾ എന്നറിയപ്പെടുന്നത് മെത്തനോളാണ്. മെത്തനോളിനെ കുറിച്ച് 3 കാര്യങ്ങളാണ് പറഞ്ഞത്. മീഥൈൽ ആൽക്കഹോൾ എന്നറിയപ്പെടുന്നത് മെത്തനോൾ, വുഡ് സ്പിരിറ്റ് എന്നറിയപ്പെടുന്നത് മെത്തനോളാണ്. ഏറ്റവും ലഘുവായ ആൽക്കഹോൾ എന്നറിയപ്പെടുന്നത് മെത്തനോളാണ്. CH3OH എന്നാണ് അതിൻ്റെ സൂത്രവാക്യം എഴുതുന്നത്. ഓക്കെ, കെമിക്കലായിട്ടുള്ള അതായത് നമ്മൾ സൂത്രവാക്യം എഴുതുന്നത് CH3OH എന്ന രീതിക്കാണ്. കാർബൺ മോണോക്സൈഡിനെ ഉയർന്ന ഊഷ്മാവിലും മർദ്ദത്തിലും ഉൾപ്രേരകത്തിൻ്റെ സാന്നിധ്യത്തിലും ഹൈഡ്രജനുമായി പ്രവർത്തിച്ചാണ് മെത്തനോൾ നിർമ്മിക്കുന്നത്. കാർബൺ മോണോക്സൈഡിനെ ഉയർന്ന ഊഷ്മാവിലും അതുപോലെ മർദ്ദത്തിലും ഉൾപ്രേരകത്തിൻ്റെ സാന്നിധ്യത്തിലും ഹൈഡ്രജനുമായി പ്രവർത്തിച്ചാണ് മെത്തനോൾ നിർമ്മിക്കുന്നത്. ഓക്കെ, അതായത് കാർബൺ മോണോക്സൈഡിനെ ഹൈഡ്രജനുമായിട്ട് പ്രവർത്തിച്ചത് അതായത് എങ്ങനെയാണ് ഉയർന്ന ഊഷ്മാവിലും മർദ്ദത്തിലും ഉൾപ്രേരകത്തിൻ്റെ സാന്നിധ്യത്തിലും ഹൈഡ്രജനുമായി പ്രവർത്തിച്ചാണ് മെത്തനോൾ നിർമ്മിക്കുന്നത്. ഈ മെത്തനോളിൽ നമ്മൾ CH3OH എന്നാണ് കേട്ടോ, അതായത് 3 താഴെയാണ് വരേണ്ടത്. ഇതിൽ ടൈപ്പ് ചെയ്യുമ്പോൾ അതിൽ എഴുതാൻ പറ്റാത്ത ഇങ്ങനെ താഴെ വരാത്തത് കൊണ്ടാണ്. അപ്പോൾ 2H2 എന്നാണ് കേട്ടോ, 2 ഹൈഡ്രജൻ 2 എന്നാണ്, താഴെയാണ്. അപ്പോൾ അതിൽ എഴുതാൻ പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇനിയിപ്പോൾ എങ്ങനെ എഴുതിയിരിക്കണമെന്ന് പറയരുത്. മെത്തനോൾ എന്ന് പറയുന്നത് ഒരു വിഷവസ്തുവാണ്. അതായത് സാധാരണയായി മെത്തനോൾ യൂസ് ചെയ്യുന്നത് പെയിൻറ് നിർമ്മാണത്തിനാണ്. പെയിൻറ് നിർമ്മാണത്തിൽ ലായകമായും അതുപോലെ ഫോർമാലിൻ, വാർണിഷ് എന്നിവയുടെ നിർമ്മാണത്തിൽ അഭികാരകമായിട്ടുമാണ് സാധാരണ മെത്തനോൾ യൂസ് ചെയ്യുന്നത്. അതായത് പെയിൻറ് നിർമ്മാണത്തിൽ ലായകമായും അതുപോലെ ഫോർമാലിൻ, വാർണിഷ് എന്നിവയുടെ നിർമ്മാണത്തിൽ അഭികാരകമായിട്ടുമാണ് സാധാരണയായി മെത്തനോൾ യൂസ് ചെയ്യുന്നത്. മെത്തനോൾ ഒരു വിഷവസ്തുവാണ്, അതും കൂടി ഓർത്ത് വയ്ക്കണം. മെത്തനോൾ കഴിഞ്ഞു, ഇനി നമ്മൾ അടുത്തത് എഥനോൾ നോക്കാം. എഥനോൾ എന്ന് പറയുന്നത് ഈഥൈൽ ആൽക്കഹോളാണ്. നമ്മൾ മെത്തനോളിൻ്റെ കാര്യം പറഞ്ഞു, മീഥൈൽ ആൽക്കഹോളാണല്ലേ. അപ്പോൾ ഇത് എഥനോളാണ്, ഈഥൈൽ ആൽക്കഹോളാണ്. ഇനി അടുത്തത് ഗ്രേപ്പ് സ്പിരിറ്റ് എന്നറിയപ്പെടുന്നു. ഗ്രേപ്പ് സ്പിരിറ്റ് എന്നറിയപ്പെടുന്നതും എഥനോളാണ്. നമ്മൾ മീഥൈലിൻ്റെ കാര്യത്തിൽ പറഞ്ഞത് എന്താണ്, വുഡ് സ്പിരിറ്റ് ആണ് അല്ലേ. വുഡ് സ്പിരിറ്റ് എന്നറിയപ്പെടുന്നത് മെത്തനോളാണ്. ഇത് ഗ്രേപ്പ് സ്പിരിറ്റ് എന്നറിയപ്പെടുന്നത് എഥനോൾ. ഓക്കെ, വ്യാവസായികമായി വളരെയധികം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ആൽക്കഹോളാണ് എഥനോൾ എന്നറിയപ്പെടുന്നത്. വ്യാവസായികമായി വളരെയധികം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ആൽക്കഹോൾ എന്നറിയപ്പെടുന്നത് എഥനോളാണ്. എഥനോളിൻ്റെ രാസസൂത്രം എഴുതുന്നത് CH3CH2CH എന്നാണ്. അതായത് ഈ 3യും 2 ഒക്കെ താഴെയാണ് കേട്ടോ. CH3 എന്ന് പറയുന്നത് താഴെയും Hൻ്റെ താഴ്ഭാഗത്താണ്. അപ്പോൾ CH2CH എന്നാണ്. ഇനി എഥനോൾ നിർമ്മിക്കുന്നത് പഞ്ചസാര നിർമ്മാണ സമയത്ത് ലഭിക്കുന്ന മൊളാസിസ്, ഈ മൊളാസിസ് നേർപ്പിച്ച ശേഷം ഈസ്റ്റ് ചേർത്ത് ഫെർമെൻറ്റേഷൻ നടത്തിയാണ് എഥനോൾ നിർമ്മിക്കുന്നത്. ഓക്കെ, ഈ പഞ്ചസാര നിർമ്മാണ സമയത്ത് ലഭിക്കുന്ന മൊളാസിസിനെ നേർപ്പിച്ച ശേഷം ഈസ്റ്റ് ചേർത്തിയാണ് എന്ത് ചെയ്യുന്നത്, ഈസ്റ്റ് ചേർത്തി ഫെർമെൻറ്റേഷൻ നടത്തിയാണ് എഥനോൾ നിർമ്മിക്കുന്നത്. അങ്ങനെ ഈ എഥനോൾ ലഭിക്കുമ്പോൾ ഈ എഥനോളിനെ തെറ്റായ രീതിയിൽ, ആൽക്കഹോൾ എന്ന രീതിയിൽ, ഇപ്പോൾ നമ്മൾ മദ്യം എന്ന രീതിയിലൊക്കെ തെറ്റായ ദുരുപയോഗം ചെയ്യും എന്നതുകൊണ്ട് എഥനോളിൽ വിഷവസ്തുക്കൾ ചേർക്കുന്നുണ്ട്. ഓക്കെ, മദ്യപാനത്തിന് വേണ്ടി എഥനോളിനെ ദുരുപയോഗം ചെയ്യാതിരിക്കാൻ വേണ്ടി വിഷവസ്തുക്കൾ ചേർക്കുന്നുണ്ട്. ഇങ്ങനെ വിഷവസ്തുക്കൾ ചേർത്ത എഥനോളിനെ നമ്മൾക്ക് ഡീനാച്ചേർഡ് സ്പിരിറ്റ് എന്ന് പറയാം. അതായത് ഡീനാച്ചേർഡ് സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, മദ്യപാനത്തിന് വേണ്ടി എഥനോളിനെ ദുരുപയോഗം ചെയ്യാതിരിക്കാൻ വേണ്ടി അതിൽ വിഷവസ്തുക്കൾ ചേർത്തുന്നു. അതാണ് എന്ത് പറയുന്നത്, ഡീനാച്ചേർഡ് സ്പിരിറ്റ് എന്ന് പറയുന്നത്, നാച്ചുർ അല്ലാത്ത സ്പിരിറ്റ്. ഓക്കെ, ഇവിടെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ മദ്യപാനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ആൽക്കഹോൾ എന്നറിയപ്പെടുന്നത് ഏതാണ്, എഥനോളാണ്. ഓക്കെ,
മദ്യപാനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് ആൽക്കഹോൾ എഥനോളാണ്. അപ്പോൾ അതിൽ വിഷവസ്തുക്കൾ, അത് ദുരുപയോഗം ചെയ്യാതിരിക്കാൻ വേണ്ടി വിഷവസ്തുക്കൾ ചേർത്തുന്നതിന് ഡിനാച്ചുറഡ് സ്പിരിറ്റ് എന്ന് അറിയപ്പെടുന്നു. അതുപോലെ മദ്യദുരന്തത്തിന് കാരണമാകുന്ന ആൽക്കഹോൾ എന്നറിയപ്പെടുന്നത് മെത്തനോളാണ്. ഓക്കെ, മദ്യദുരന്തത്തിന് കാരണമാകുന്ന ആൽക്കഹോൾ മെത്തനോൾ. മദ്യമായി ഉപയോഗിക്കുന്ന ആൽക്കഹോൾ ഏതാണ്? എത്തനോളാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ പറയാൻ വിട്ടുപോയൊരു ഭാഗമാണ് ഇതിനോടൊപ്പം ചേർക്കുന്നത്. നമ്മൾ എസ്റ്ററുകളെക്കുറിച്ച് പഠിച്ചിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. അതിലൊരു ഭാഗമാണ് ഇത് നമ്മളിനി നോക്കുന്നത്. ആൽക്കഹോളും ഓർഗാനിക് സംയുക്തങ്ങളോട് പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് എസ്റ്ററുകൾ ലഭിക്കുന്നത്. നമ്മൾ മുമ്പിൽ പഠിച്ചിരുന്നു. ഈ എസ്റ്ററുകൾക്ക് പഴങ്ങളുടെയും പൂക്കളുടെയും സ്മെല്ലായിരിക്കും. അതായത് എസ്റ്ററുകളുടെ സ്മെല്ലെന്ന് പറയുന്നത് എന്താണ്? പഴങ്ങളുടെയും പൂക്കളുടെയും ഗന്ധമായിരിക്കും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് മുൻവർഷം PSC ചോദിച്ച ചോദ്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഈ എസ്റ്ററുകളുമായി ബന്ധപ്പെട്ട് മുൻവർഷം PSCയിൽ ചോദിച്ച ചോദ്യങ്ങളാണ് നോക്കുന്നത്. മുല്ലപ്പൂവിൻ്റെ ഗന്ധമുള്ള എസ്റ്ററാണ് ബെൻസൈൻ അസ്റ്റേറ്റ്. മുല്ലപ്പൂവിൻ്റെ ഗന്ധമുള്ളത് ബെൻസൈൻ അസ്റ്റേറ്റ് ആണ്. അപ്പോൾ നമ്മൾ ബെൻസൈനിലുള്ള ഒരു ബെൻസി, അതല്ല ബിൻസി എന്നുള്ള ആ ഒരു പേരുമായി ബന്ധപ്പെടുന്നില്ല. അപ്പോൾ മുല്ലപ്പൂ, ഒരു പെൺകുട്ടി, അപ്പോൾ പെൺകുട്ടി മുല്ലപ്പൂ വെച്ചിരിക്കുന്നു, ആ രീതിക്ക് ഒന്ന് ഓർത്താൽ മതി. മുല്ലപ്പൂവിൻ്റെ ഗന്ധമുള്ള എസ്റ്ററാണ് ബെൻസൈൻ അസ്റ്റേറ്റ്. ഇനി അതുപോലെ ഓറഞ്ചിൻ്റെ ഗന്ധമുള്ള എസ്റ്ററാണ് ഒക്ടൈൽ അസ്റ്റേറ്റ്. ഓറഞ്ച്, ഒക്ടൈൽ, അപ്പോൾ അതുമായി ഒന്ന് ഓർത്തെടുത്താൽ മതി. ഓറഞ്ചിൻ്റെ എസ്റ്ററാണ് ഒക്ടൈൽ അസറ്റേറ്റ്. ഓറഞ്ചിൻ്റെ ഗന്ധമുള്ള എസ്റ്റർ ഒക്ടൈൽ അസറ്റേറ്റ് എന്ന് അറിയപ്പെടുന്നു. പൈനാപ്പിളിൻ്റെ ഗന്ധമുള്ള എസ്റ്ററാണ് ഈഥൈൽ ബ്യൂട്ടറേറ്റ്. പൈനാപ്പിളിൻ്റെ ഗന്ധമുള്ള എസ്റ്റർ ഈഥൈൽ ബ്യൂട്ടറേറ്റ് ആണ്. അതുപോലെ ഏപ്രിക്കോട്ടിൻ്റെ ഗന്ധമുള്ളത് അമൈൽ ബ്യൂട്ടറേറ്റ് ആണ്. ഏപ്രിക്കോട്ടിൻ്റെ ഗന്ധമുള്ള എസ്റ്ററാണ് അമൈൽ ബ്യൂട്ടറേറ്റ്. പൈനാപ്പിളിൻ്റെ ഈഥൈൽ ബ്യൂട്ടറേറ്റ് ആണ്. അടുത്തത് തേനിൻ്റെ ഗന്ധമുള്ളത് മീഥൈൽ ഫിനൈൽ അസറ്റേറ്റ് ആണ്. തേനിൻ്റെ ഗന്ധമുള്ള എസ്റ്ററാണ് മീഥൈൽ ഫിനൈൽ അസറ്റേറ്റ്. ഓക്കെ, മുന്തിരിയുടെ ഗന്ധമുള്ളത് മീഥൈൽ ആന്ത്രാനിലേറ്റ്. മുന്തിരിയുടെ ഗന്ധമുള്ള എസ്റ്ററാണ് മീഥൈൽ ആന്ത്രാനിലേറ്റ്. അപ്പോൾ ഇത് നിങ്ങൾ പഠിച്ചു വയ്ക്കുക, കാരണം ഇത് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. അതുകൊണ്ട് ഇത് ഒന്ന് കാണാപ്പാടം പഠിച്ചു വയ്ക്കുന്നതാണ് നല്ലത്. മുല്ലപ്പൂവിൻ്റെ ഗന്ധമുള്ള എസ്റ്റർ ബെൻസൈൻ അസറ്റേറ്റ്. ഓറഞ്ചിൻ്റെ ഗന്ധമുള്ളത് ഒക്ടൈൽ അസറ്റേറ്റ്. പൈനാപ്പിളിൻ്റെ ഗന്ധമുള്ളത് ഈഥൈൽ ബ്യൂട്ടറേറ്റ്. ഏപ്രിക്കോട്ടിൻ്റെ ഗന്ധമുള്ളത് അമൈൽ ബ്യൂട്ടറേറ്റ്. തേനിൻ്റെ ഗന്ധമുള്ളത് മീഥൈൽ ഫിനൈൽ അസറ്റേറ്റ്. മുന്തിരിയുടെ ഗന്ധമുള്ളത് മീഥൈൽ ആന്ത്രാനിലേറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് പഠിച്ചു വയ്ക്കുക. രസതന്ത്രം നിത്യജീവിതത്തിൽ എന്നുള്ള ഭാഗം ഒരിക്കലും നിലയ്ക്കാത്തതാണ്. കാരണം പല കാര്യങ്ങളും നമ്മൾ രസതന്ത്രം ഇല്ലാത്ത ഒരു കാര്യം നമ്മുടെ ജീവിതത്തിലില്ല. അപ്പോൾ PSCയിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്നാണ് ഇനി നമ്മൾ നോക്കുന്നത്. റിപ്പീറ്റായി പല പ്രാവശ്യം ചോദിച്ച ചോദ്യങ്ങളാണ്. അജിനോമോട്ടോ എന്നറിയപ്പെടുന്ന രാസവസ്തു മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ്. അജിനോമോട്ടോ എന്നറിയപ്പെടുന്ന രാസവസ്തു മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ്. എലിവിഷമായി ഉപയോഗിക്കുന്ന രാസവസ്തു സിങ്ക് ഫോസ്ഫൈഡ്. എലിവിഷമായി ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് സിങ്ക് ഫോസ്ഫൈഡ്. മത്സ്യം അഴുകാതിരിക്കാൻ ഐസിൽ ചേർക്കുന്ന രാസവസ്തു. ഈ ക്വസ്റ്റ്യൻ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. മത്സ്യം അഴുകാതിരിക്കാൻ ഐസിൽ ചേർക്കുന്ന രാസവസ്തു ഫോർമാൽഡിഹൈഡ്. ഫോർമാലിൻ എന്ന് നമ്മൾ പറയും. മത്സ്യം അഴുകാതിരിക്കാൻ ഐസിൽ ചേർക്കുന്ന രാസവസ്തുവാണ് ഫോർമാൽഡിഹൈഡ്. അടുത്തത് ബ്ലീച്ചിങ് പൗഡറായി ഉപയോഗിക്കുന്ന രാസവസ്തു കാൽസ്യം ഹൈപ്പോക്ലോറൈറ്റ് ആണ്. ബ്ലീച്ചിങ് പൗഡറായി ഉപയോഗിക്കുന്ന രാസവസ്തു കാൽസ്യം ഹൈപ്പോക്ലോറൈറ്റ്. കുമിൾനാശിനിയായി ഉപയോഗിക്കുന്ന രാസവസ്തു കോപ്പർ സൾഫേറ്റ്. കുമിൾനാശിനിയായി ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് കോപ്പർ സൾഫേറ്റ്. അടുത്തത് ഫ്രിഡ്ജിൽ ശീതീകാരിയായി ഉപയോഗിക്കുന്ന രാസവസ്തു ഡൈഫ്ലൂറോ മീഥൈൻ ആണ്. അതായത് ഫ്രിയോൺ എന്നറിയപ്പെടുന്നു. ഫ്രിഡ്ജിൽ ശീതീകാരിയായി ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് ഡൈഫ്ലൂറോ മീഥൈൻ, അതായത് ഫ്രിയോൺ. ഓക്കെ, ഈ 6 ക്വസ്റ്റ്യൻസും, അതായത് ഈ 6 വളരെ ഇമ്പോർട്ടൻ്റ് ആയതാണ്. ഒന്ന് പഠിച്ചു വയ്ക്കുക. ഒന്ന് വേണമെങ്കിൽ നിങ്ങൾ എഴുതിയെടുത്താലും കുഴപ്പമില്ല. ഇതോടൊപ്പം തന്നെ ചിലപ്പോൾ ചോദിക്കാവുന്നതാണ് അലക്കുകാരത്തിൻ്റെ രാസനാമം, അതുപോലെ അപ്പക്കാരത്തിൻ്റെ രാസനാമം, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പം ചിലതുകളുടെ രാസനാമങ്ങളൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. അപ്പോൾ അതും കൂടി നിങ്ങൾക്ക് നോട്ട്സ് കിട്ടുകയാണെങ്കിൽ ഒന്ന് എഴുതിയെടുത്ത് പഠിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾക്ക് ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിലെ ആളെന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.